അപ്പോൾ നമ്മുടെ എല്ലാ കാറുകളുടെയും നമ്മൾ ഒരു 5000 കിലോമീറ്റർ കൂടുമ്പോൾ ഒന്ന് എയർ ഫിൽറ്റർ അഴിച്ച് നമ്മളൊന്ന് ക്ലീൻ ചെയ്തിടണം. സാധാരണ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 10000 കിലോമീറ്ററാണ്. എന്നാലും നമ്മൾ ഒരു 5000 കിലോമീറ്ററത്തെ ആയിരിക്കും നമ്മൾ എയർ ഫിൽറ്റർ എടുത്ത് എപ്പോഴും ക്ലീൻ ചെയ്തിടണം. ക്ലീൻ ചെയ്തിട്ടില്ല എന്താ സംഭവിക്കുന്നതെന്ന് പറയാം, നമുക്ക് മൈലേജ് ഷോട്ട് വരും, അതുപോലെ വണ്ടിയുടെ ഒരു പുള്ളിങ് കുറയും, അതുപോലെ ടർബോ കംപ്ലൈൻറ്റ്, അങ്ങനെ പല കംപ്ലയിൻസുകളും ഉണ്ടാവും. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്ത് നമുക്കിത് അഴിച്ച് നമുക്ക് ക്ലീൻ ചെയ്തിടാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഈ ബ്ലോവറിൻ്റെ നമ്മൾ ഈ കണക്ഷൻ ഒന്ന് നമ്മൾ അഴിച്ചു കൊടുക്കുക. ഈ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ സെൻസർ ഒന്ന് നമ്മൾ അഴിക്കണം. ഇത് പ്രസ് ചെയ്തിട്ട് വലിച്ചാൽ മതി. എന്നിട്ട് സ്വിഫ്റ്റിൻ്റെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ബ്ലോവർ നമ്മൾ കംപ്ലീറ്റ് അഴിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ 4 സ്ക്രൂ അഴിച്ചാൽ നമുക്കിത് അഴിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് മുകളിൽ എടുത്തിട്ടാണെങ്കിൽ ഇച്ചിരി വൃത്തിയായിട്ട് ചെയ്യാം. അതുകൊണ്ട് നമുക്കിത് അഴിച്ചെടുക്കുന്നതാണ് എപ്പോഴും എളുപ്പം. ഇതിൻ്റെ 10ൻ്റെ ബോക്സോ ഡബിളിൻ്റെ ഏതെങ്കിലും സ്പാൻഡർ മതി. എന്നിട്ട് നമ്മളിതൊന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഈ 4 സ്ക്രൂ നമ്മൾ അഴിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഫിൽറ്റർ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ആദ്യം ഒന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സ്ക്രൂ അഴിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ എയർ ഫിൽറ്റർ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് പൊക്കിയെടുക്കുക. ഇതിൻ്റെ അകത്തെല്ലാം നിറയെ പൊടി കയറിയിരിക്കും. അപ്പോൾ നമ്മളിതൊന്ന് കൊട്ടിക്കളഞ്ഞാൽ മതി. ഒന്നെങ്കിൽ എയർ അടിക്കാനായിട്ടുണ്ടെങ്കിൽ എയർ അടിക്കാൻ സൗകര്യമുണ്ട്, എയർ അടിച്ച് കളയുക. അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ലെവലുള്ളിടത്ത് നമ്മൾ കൊട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് പൊടി നമ്മളിങ്ങനെ തട്ടിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് പൊടി പോയിക്കോളും. അപ്പോൾ ഇത്ര സിമ്പിളാണ് നമ്മുടെ എയർ ഫിൽറ്റർ നമുക്ക് ക്ലീൻ ചെയ്തിടാനായിട്ട്.